FM ഹെൽത്ത് ലൈൻ. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484 718500. ബുക്കിംഗിനായി വിളിക്കൂ 0484 718500. ഇന്ന് ഈ പരിപാടിയിൽ കാൽമുട്ടിനുണ്ടാകുന്ന പരിക്കുകളും പരിഹാരവും, ഇതേക്കുറിച്ച് അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി അജയ് കുമാറുമായി അഭിമുഖം. നമ്മുടെ ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന ഒരു പ്രധാന ജോയിന്റ് അല്ലെങ്കിൽ സന്ധിയാണ് കാൽമുട്ടുകൾ. നമ്മൾ നേരെ നിൽക്കുമ്പോൾ തന്നെ മുട്ടിന് ബലക്കുറവുണ്ടെങ്കിൽ ഒരു ബാലൻസ് കിട്ടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നല്ല കെൽപ്പുള്ള ഒരു മുട്ടാണെങ്കിലേ നമുക്ക് ശരീരത്തിന്റെ ഭാരം താങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാം. പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പ്രായമേറുമ്പോൾ പലർക്കും ഇതൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയാതെ തേയ്മാനാണ്, എനിക്ക് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട്, കിടന്നു കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ ബുദ്ധിമുട്ട്, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് മുട്ടുമായി ബന്ധപ്പെട്ട് ആൾക്കാർ പറയാറ്. അപ്പോൾ നമുക്ക് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മുട്ട് മാറ്റിവെക്കൽ ചികിത്സകളുണ്ട്, മറ്റ് പരിഹാര മാർഗങ്ങളുണ്ട്. ഇപ്പോൾ അസ്ഥിക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ സിമെന്റ് ഇഞ്ചക്ട് ചെയ്യുന്ന മാതിരി ഇഞ്ചക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വരെയുണ്ട്. അപ്പോൾ മുട്ടിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് പരിഹാരമില്ലാത്തൊരു കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ മുട്ടിൻ്റെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് മുട്ടിനുണ്ടാകുന്നത്, അതുപോലെ തന്നെ അതിന് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ മുട്ടിൻ്റെ പരിക്കുകളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ഡോക്ടറുടെ അനുഭവത്തിൽ എന്തൊക്കെയാണ് മുട്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഈ മുട്ടിൻ്റെ അസുഖത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബേസിക് അനാറ്റമി, അതിൻ്റെ ഘടന നമ്മൾ പറഞ്ഞാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു ജോയിൻറ്റ്, ശരീരത്തിൽ തന്നെ വലിയൊരു സന്ധിയാണ് മുട്ട്. അപ്പോൾ മുട്ടിന് വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള ഒരു ജോയിൻറ്റുമാണ്. ഭാരം ബോൾ ആൻഡ് സോക്കറ്റ് അല്ല, ഒരു ഹിഞ്ച് ടൈപ്പ് രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു ജോയിൻറ്റ് ആണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇതൊരു ഡിസൈൻ നല്ല സൂപ്പർ ഡിസൈൻ ആണെന്ന് തന്നെ പറയാം. ഈ മുട്ടിൻ്റെ ഡിസൈൻ മനുഷ്യന് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ അല്ലത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പോലും ഇതിന് ഇത്രമാത്രം ഫ്ലെക്ഷനും മടക്കാനും പറ്റും, നോക്കാനും പറ്റും. എന്നാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോയിൻറ്റുമാണ്, ശക്തിയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫ്ലാറ്റ് സർഫസിൽ ഒരു ഉരുണ്ട ഗോളം വെച്ചിട്ടും അത് സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള കാരണം അതിനകത്ത് വാഷർ പോലൊരു മെനിസ്കസ് എന്ന് പറഞ്ഞ സാധനമാണ്, ഒരു പാട ഒരു മെനിസ്കസ്. അതിനൊരു പ്രത്യേക ഷേപ്പിൽ അത് സ്ട്രെസ് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ കൊളാജൻ സ്ട്രക്ചറൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ, മുട്ടിനെ പിടിച്ചു നിർത്താൻ വേണ്ടി 2 മെയിൻ ലിഗമെന്റ്സ് ഉണ്ട്. ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റ്, പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റ്. പിന്നെ സൈഡിൽ കൊളാറ്ററൽ ലിഗമെന്റ്സ് എന്ന് പറഞ്ഞ മീഡിയൽ കൊളാറ്ററൽ, ലേറ്ററൽ കൊളാറ്ററൽ ലിഗമെന്റ്, വശങ്ങളിലുള്ള ലിഗമെന്റ്സ് ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ പോസ്ട്രോ ലേറ്ററലി പുറകിൽ സൈഡിലോട്ട് മാറി പോപ്ലിറ്റിയസ് ടെൻഡൻ എന്ന് പറഞ്ഞൊരു ടെൻഡൻ ഉണ്ട്. അതൊരു മസിലാണ്. അത് മുട്ടിനെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പേശിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ കറക്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് മുട്ടിന് കറക്റ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ, സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. ഉദാഹരണത്തിന് ഫുട്ബോൾ കളിക്കാർക്കൊക്കെ ഇത്രമാത്രം ഓടിയിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർക്കൊന്നും മുട്ടിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നാൽ സാധാരണ നമുക്ക് അധികം ഒന്നും സ്ട്രെസ് ഇല്ലാത്തവർക്ക് വളരെ മുട്ടുവേദനയാണ് താനും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും, എന്തുകൊണ്ടാണ് എൻ്റെ മുട്ടിന് ഇത്ര വലിയ ഡാമേജ് വന്നേക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ ഇതിന് പ്രോപ്പർ എക്സസൈസ് കൊടുത്താലേ ഇതിൻ്റെ റിഫ്ലക്സസ് ഒക്കെ ശരിയാവുള്ളൂ. വ്യായാമം വേണം, ചലനം വേണം. ഇതെല്ലാം നമ്മുടെ ഈ AI ട്രെയിൻഡ് ആവുന്ന പോലെ മുട്ടിന് ഒരു ട്രെയിനിങ് ഉണ്ട്. നമുക്കത് തിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ AI വന്നപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ അത് മുട്ടിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് മുട്ട് ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആവുക, പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ട്രെയിൻഡ് ആവുക. പരിശീലിപ്പിക്കുകയാണ്. നമ്മൾ നടന്നും ഓടി ചാടി നടന്ന് കുത്തിമറിഞ്ഞൊക്കെയാണ് ഈ മുട്ടിൻ്റെ നമ്മുടെ സ്ട്രെങ്ത് വീഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സസൈസ് ചെറുപ്പം തൊട്ട് തന്നെ വേണം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ന്യൂട്രിഷൻ, നമ്മുടെ ഭക്ഷണം, പോഷണം. അതായത് മുട്ടിൻ്റെ ഈ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാകുന്നത് പ്രോട്ടീൻ സിന്തസിസ്, അതായത് കൊളാജൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ് ഇതിൻ്റെ എല്ലാം ബേസിക് ഘടന. 50% ഈ ബോണിനകത്തും ഇതിനകത്തുള്ളതെല്ലാം കൊളാജൻ പ്രോട്ടീൻ. അങ്ങനെ മാംസ്യം. അപ്പം മാംസ്യം നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടണം, നല്ല ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടണം. അപ്പോൾ ഈ ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞ കുറേ അമിനോ ആസിഡ്സ് ഉണ്ട്. അത് നമുക്ക് സാധാരണ വേണ്ട കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ അത് ശരീരത്തിന് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ബോഡിക്ക് ഇപ്പം നമുക്കിപ്പം ഭക്ഷണത്തിൽ നിന്ന് ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ
ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ബോഡിക്കകത്ത് നിന്ന് തന്നെ സിന്തസൈസ് ചെയ്യാനും പറ്റും. സംസ്കരിക്കണം. അതായത് ബോഡിക്കകത്ത് നമ്മൾ സ്ട്രക്ചേഴ്സ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത പ്രോട്ടീനാണ് എസെൻഷ്യൽ. അതായത് കിട്ടിയേ പറ്റൂ, നമുക്ക് പുറത്തുനിന്ന് അത് കിട്ടിയേ പറ്റൂ, നമുക്ക് ബോഡിക്ക് അത് ഉണ്ടാക്കാൻ പറ്റും, ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ ഭക്ഷണം, അതായത് എഗ് ആൽബുമിൻ, അതൊരു ഗുഡ് ക്വാളിറ്റി. അതിനകത്ത് മുട്ടയ്ക്കകത്തുള്ളത്, അത് മിക്കവാറും എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ട്. അത് മുട്ട കഴിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലേ കിട്ടത്തുള്ളൂ. ആനിമൽ പ്രോട്ടീൻസിനകത്ത് ഇങ്ങനെയുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കൂടുതലുണ്ട്. അതുകൊണ്ടായിരിക്കും അത് കുറച്ചുകൂടെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. വെജിറ്റബിൾ പ്രോട്ടീൻസിനകത്ത് ഉണ്ട്, പക്ഷേ അളവ് കുറവാണ്. അബ്സോർപ്ഷൻ ചിലപ്പോൾ കുറവായിരിക്കും, നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചോറും പയറും കഴിക്കുന്നവർക്ക് ചോറും പയറും കൂടെ കഴിച്ചാലേ നമുക്ക് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും കിട്ടത്തുള്ളൂ. കാരണം പയറിനകത്തില്ലാത്തത് ചോറിനകത്തുണ്ടാവും, ചോറിനകത്തില്ലാത്തത് പയറിനകത്തുണ്ടാവും. അങ്ങനെ ഒരു അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ബാലൻസ് പരസ്പര പൂരകങ്ങളാണ്. ഒരു ബാലൻസ് ഡയറ്റ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഒന്ന് എക്സസൈസ്, രണ്ട് ബാലൻസ് ഡയറ്റ്, സന്തുലിതമായ ആഹാരം. ഇതാണ് എൻ്റെ ബേസിക് കോർ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ജനറ്റിക്സ് അനുസരിച്ച് കുറേ കാര്യങ്ങൾ വ്യത്യാസം വരും. ജനിതക ഘടകങ്ങൾ അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചിലർ വളരെ സ്ട്രോങ് ആയിരിക്കും, അവരുടെ ബോഡി സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആയിരിക്കും. അത് നമുക്ക് അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഉള്ളത് ചില അസുഖങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് മുട്ടിന് ഡാമേജ് വരാം. ഇപ്പം വാദസംബന്ധമായ അസുഖങ്ങൾ, കൊളാജൻ വാസ്കുലർ ഡിസീസ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലപ്പം ഡാമേജ് വരും. അതിനുള്ള അസുഖം കണ്ടുപിടിച്ച് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് ഇഞ്ചുറീസ്, പ്രിവെന്റബിൾ ഇഞ്ചുറി, പരിക്കുകൾ, വീഴ്ചകളിലൊക്കെ ഉണ്ടാകുന്ന, അപകടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ അതും ബേസിക്കലി നമ്മൾ ട്രെയിനിങ് പ്രോപ്പർ അല്ലാത്തപ്പോഴാണ് ഇഞ്ചുറീസ് കൂടുതലുണ്ടാകുന്നത്. നമ്മുടെ റിഫ്ലക്സസ് നമുക്ക് നല്ലതാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ പൂച്ചയൊക്കെ എടുത്ത് ചാടി കഴിഞ്ഞാൽ പൂച്ചയ്ക്കൊന്നും പറ്റത്തില്ല. കാരണം അതിൻ്റെ റിഫ്ലക്സസ് നല്ല സ്ട്രോങ് ആണ്. 4 കാലിൽ ലാൻഡ് ചെയ്ത് പ്രൊപ്പോഷണലായിട്ട് അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫുട്ബോൾ കളിക്കാർ പലർക്കും എത്ര കുത്തിമറിഞ്ഞ് വീണാലും അവർക്ക് ഇഞ്ചുറി ഒന്നും വരത്തില്ല, കാരണം അവരുടെ റിഫ്ലക്സസ് നല്ല സ്ട്രോങ് ആണ്. പക്ഷേ നേരെ മറിച്ച് ചെറിയ ആളുകൾ തെന്നി വീഴുമ്പോൾ തന്നെ എല്ലാ ലിഗമെന്റ്സും പൊട്ടുമെന്നും ഒക്കെ അതിൻ്റെ റിഫ്ലക്സസ് ശരിയല്ല. ഇതിന് എനിക്കൊരു അനലോഗി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രോയിലർ ചിക്കനും നാടൻ കോഴിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. നാടൻ കോഴിക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്സസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. ബ്രോയിലർ കോഴി വളരെ പമ്മിപ്പയ്യാൻ നടക്കുന്നത്. അതിന് എക്സസൈസ് ചെയ്യാനുള്ള സമയം കൊടുക്കാത്തത് കൊണ്ടോ അതിനുള്ള ഒരു എൻവയോൺമെന്റ് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ബയോളജി എന്ന് പറയുന്നത് ട്രെയിനിങ് അനുസരിച്ച് മെച്യൂർ ആവുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ അതിനെ കൂടുതൽ പരിശീലനം വേണം. അപ്പോൾ കുട്ടികളെ ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആക്കണം. അവർ ജനിക്കും കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുമോ അത്രയും നമ്മൾ കൊടുക്കണം എന്നാണ് എനിക്കിതിനകത്ത് വേറെ പറയാനുള്ളത്. അപ്പോൾ ഡോക്ടർ ഈ മുട്ടിൻ്റെ അനാറ്റമി അല്ലെങ്കിൽ അതിൻ്റെ ഘടന പറഞ്ഞ അനുസരിച്ചിട്ട് നമുക്ക് പറയാം, ഇതിന് പരിക്കുകളെന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ അസ്ഥിക്ക് ഉണ്ടാവാം, ഈ മെനിസ്കസ് എന്ന് പറഞ്ഞ പാടയ്ക്ക് പരിക്കുകൾ ഉണ്ടാവാം, പിന്നെ നമ്മൾ പേശി വള്ളികൾ എന്ന് പറയുന്ന ലിഗമെന്റ്സിനുണ്ടാകാം, പിന്നെ പേശിക്കും എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാകാം. പ്രായമേറി വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ നമ്മൾ മുട്ടിൻ്റെ പ്രശ്നം, അത് എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്നതാണ് തേയ്മാനം. അപ്പൊ എന്താണ് ഈ മുട്ടിന്റെ തേയ്മാനം എന്ന് പറയുന്നത്? ഈ തേയ്മാനം എന്ന് പറയുന്നത് കൺസെപ്റ്റ് നമ്മളങ്ങനെ പറഞ്ഞങ്ങനെ അതൊരു ക്ലീഷേ പോലെ ആയിപ്പോയി. ആക്ച്വലി അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. എല്ലാ മൂവിങ് പാർട്സും തേയും, ബോഡിയും ചലിക്കുന്ന എല്ലാ വസ്തുക്കളും തേയും. ടയർ തേയുന്ന പോലെ ഫ്രിക്ഷൻ അത് ഉണ്ടാവും, അത് തേയ്മാനം ഉണ്ടാവും. പക്ഷെ ബോഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ബോഡിയുണ്ട്. ബോഡി അതിന് തേയ്മാനത്തിന് മറികടക്കാനുള്ള കപ്പാസിറ്റി അതിന് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്, ഒരു ശേഷിയുണ്ട്. അപ്പം നമ്മൾ ജോയിന്റിനെ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേയുന്ന പാർട്ടായിട്ട് മാത്രമല്ല, അതിനെ ഓൾ ടുഗദർ ആയിട്ട് കാണണം, മൊത്തത്തിൽ കാണണം. ഇതിന് എവിടെയാണ് ഈ തേയ്മാനം സംഭവിച്ചേക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഡീജനറേഷൻ സംഭവിച്ചത്, മെനിസ്കസ് ആണോ, ലിഗമെന്റ് ആണോ, കാർട്ടിലേജ് ആണോ, അതോ ബോണിന്റെ പാർട്ടിലാണോ? അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ഒരു എക്സ്റേ എടുത്തുകൊണ്ട് മാത്രം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എക്സ്റേ ഉള്ള വളരെ സിമ്പിൾ ആയിട്ടൊരു ടെസ്റ്റ് എന്നുള്ളതേ ഉള്ളൂ. അത് കൂടുതൽ അസ്ഥികളെയാണല്ലോ മാത്രം, അസ്ഥിയുടെ ഒരു അലൈൻമെന്റ് ഒക്കെ നോക്കാനും അതിനകത്തൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ചലനം എന്തെങ്കിലും ഉണ്ടോ, തേയ്മാനം ഉണ്ടോ എന്ന് അറിയാൻ അത്രേ പറ്റുമോ. ആക്ച്വലി നമുക്ക് വേണ്ടത് MRI പോലുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. MRIയിൽ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം, അതിന് ചുറ്റും അറിയാൻ പറ്റും. അതിൻ്റെ മെനിസ്കസിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും, കാർട്ടിലേജിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും, ബോണിൻ്റെ കാര്യം, അങ്ങനെ എല്ലാം മൊത്തം. അപ്പം ഈ കറണ്ട് കൺസെപ്റ്റ് ഇപ്പോൾ എവോൾവ് ചെയ്തൊരു പറഞ്ഞാൽ MRI ആണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് ആയിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ MRIയിൽ നമ്മൾ എന്തൊക്കെ പരിക്കുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ മുതിർന്നവരിൽ കാണുന്നത്? എവിടെയൊക്കെ പരിക്കുകൾ ഉണ്ടാവും? മുതിർന്നവർ നമ്മളൊരു 50 years ആണ്, 50 വയസ്സിനുള്ളവർക്ക് ഇപ്പം നമ്മൾ MRI എടുത്ത് കഴിയുമ്പോഴത്തേക്ക് മെനിസ്കസിന്റെ ആണോ, ലിഗമെന്റിന്റെ ആണോ, എല്ലാ കമ്പാർട്ട്മെന്റ്സിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ, അതോ വേറെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി അസുഖങ്ങളുണ്ടോ, നീർക്കെട്ടുകൾ, വേറെ വാദസംബന്ധ കണ്ടീഷൻ ആണോ, വേറെ എന്തെങ്കിലും ലൂസ് ആയിട്ടുള്ള കഷ്ണങ്ങൾ കിടപ്പുണ്ടോ, ലൂസ് ബോഡീസ്, അങ്ങനെ ചില അസുഖങ്ങളുണ്ട്,
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തത്. ഡോക്ടർ, നമ്മളിപ്പോൾ ചെറുപ്പക്കാരിൽ സാധാരണ മുട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് വീഴ്ചകളും അപകടങ്ങൾ, കാർ അപകടങ്ങളോ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളുടെ അപകടങ്ങളോ, അങ്ങനെയൊക്കെ മുട്ടിന് പരിക്ക്. പിന്നെ കായിക രംഗത്ത് ഉള്ളവർക്ക് അങ്ങനെയും പരിക്കുകൾ ഉണ്ടാകാം മുട്ടിന്. അപ്പോൾ ഈ മുതിർന്ന പ്രായക്കാരിൽ ഇപ്പം നമ്മൾ തേയ്മാനം എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിന് വേദനയായിരിക്കുമല്ലോ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം. അപ്പോൾ ഈ വേദനയുടെ സ്വഭാവം അനുസരിച്ച് മുട്ടിന്റെ പരിക്ക് നമുക്ക് ഏകദേശം നിർണ്ണയിക്കാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം വേദന എല്ലാത്തിൻ്റെയും ഒരു കോമൺ ഫാക്ടറാണ്, പൊതുവായിട്ടുള്ള ഒരു ഘടകമാണ്. പൊതുവായിട്ടുള്ള അതും ഡിഫറെന്റ് ആൾക്കാർക്ക് ഡിഫറെന്റ് രീതിയിലാണ് അത് പെർസീവ് ചെയ്യുന്നത്. ഓരോ രീതിയിലാണ്. ചിലർക്ക് ഭയങ്കര പെയിൻ ആയാലും അവർ വലുതായിട്ട് എക്സ്പ്രസ് ചെയ്യത്തില്ല, ചിലർക്ക് ചെറിയ പെയിൻ ആയാലും അവർ വലുതായിട്ട് എക്സ്പ്രസ് ചെയ്യും. അത് സബ്ജക്റ്റീവ് ഫീലിംഗ്. അപ്പം നമുക്ക് അതുകൊണ്ട് വ്യത്യാസ അധിഷ്ഠിതം, അതുകൊണ്ട് നമുക്കൊരു ഡയഗ്നോസ് അതുകൊണ്ട് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ അതെല്ലാം മൊത്തമായിട്ടുള്ള ഒരു പരിശോധനയോടുകൂടി പേഷ്യൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കി അവർ പറയുന്ന എവിടെയാണ് ലൊക്കേഷൻ ഓഫ് പെയിൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു ഡയഗ്നോസിൻ്റെ അടുത്തോട്ട് പോകുന്നത്. ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഡെഫിനറ്റ്ലി ഇതിന് ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മളൊരു ഫൈനൽ ഡയഗ്നോസിസ് ചെയ്യുന്നത്. ക്രൂഷിയേറ്റിംഗ് ലിഗമെന്റ്സിന് വരുന്ന പ്രശ്നങ്ങൾ ആന്റീരിയറും പോസ്റ്റീരിയറും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ ലിഗമെന്റ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരു മുതിർന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിഗമെന്റ് മുട്ടിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ്, പിടിച്ച് കെട്ടിവെച്ചേക്കുന്ന. ഈ കെട്ടിവെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ കയറായതിന്റെ കറക്റ്റ് ഐസോമെട്രിക് പോയിന്റിലാണ് വെച്ചേക്കുന്നത്. അതായത് സ്ഥാനത്താണ്, കൃത്യമായ സ്ഥാനത്ത്. ആ സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ ഇത് മടങ്ങുമ്പോഴത്തേക്ക് അത് സ്ട്രെച്ച് ആയി പോകും, വലിഞ്ഞു പോകും. അപ്പോൾ ഇത് ബോഡി അതങ്ങനെ കറക്റ്റ് ഐസോമെട്രിക് പോയിന്റിലാണ് ഇതിനെ രണ്ടിനും ക്രമീകരിച്ചേക്കുന്നത്. അപ്പോൾ മുട്ട് മടങ്ങിയാൽ പോലും ഈ ലിഗമെന്റ് സ്ട്രെച്ച് ആവുന്നില്ല. ചില സമയത്ത് ഇത് ഡാമേജ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസോമെട്രിക് പോയിന്റിലോട്ട് തന്നെയാണ് റീകൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നത്. വീണ്ടും അവിടെ തന്നെ ആ കറക്റ്റ് പൊസിഷനിലോട്ട് തന്നെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇത് മടങ്ങി കഴിയുമ്പോൾ പിന്നെ സ്ട്രെച്ച് ആയി പൊട്ടിപ്പോകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പരിക്കുകളുടെ സ്വഭാവം നോക്കിയിട്ടാണ് പിന്നെ അത് MRI നമുക്ക് വ്യക്തമാകും. MRI ഒക്കെ ചെയ്ത് നമ്മൾ ഏത് ലിഗമെന്റ് ആണ് പോയിട്ടുള്ളത്, സിംഗിൾ ലിഗമെന്റ്, ആന്റി ക്രൂഷിയേറ്റ് ലിഗമെന്റ് ആണോ, പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് ആണോ, ബാക്കിയുള്ള കൊളാറ്ററൽ ലിഗമെന്റ്സ് ഇൻവോൾവ് ആണോ, പോപ്ലിറ്റിയസ് ടെൻഡൻ ഇൻവോൾവ് ആണോ, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ അതിന് ഏത് ടൈപ്പ് സർജറി വേണം, ഏതൊക്കെ ലിഗമെന്റ്സ് റീകൺസ്ട്രക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കും. വാതരോഗങ്ങളുടെ ശല്യമുള്ളവർക്കും ഈ മുട്ടിന് പലപ്പോഴും വേദനകൾ ഉണ്ടാവും. അപ്പോൾ ഈ വാതരോഗവും മുട്ടിന്റെ ഈ തേയ്മാനവും അല്ലെങ്കിൽ പരിക്കുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ഈ വാതരോഗം ഉള്ളവർക്ക് കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടേ നമുക്ക് അതിൻ്റെ പ്രോഗ്നോസിസ് പറയാൻ പറ്റുള്ളൂ. കാരണം അതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ഒരു നീർക്കെട്ടുണ്ട്. മുട്ടിനകത്ത് ബാധിക്കുന്ന വേറെ അസുഖങ്ങളും ഉണ്ട്, എല്ലാ സ്ട്രക്ചേഴ്സിനെയും ബാധിക്കും. അപ്പോൾ വാതസംബന്ധമായ അസുഖമുള്ളവർക്ക് അതിൻ്റെ ഇൻഫ്ലമേഷറി സബ്സ്റ്റൻസ് ഇത് ജോയിനകത്ത് കെട്ടിക്കിടക്കുകയും ഈ കാർട്ടിലേജിനെയും മെനിസ്കസിനെയും ലിഗമെന്റിനെയും എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് കഠിനമായ വേദനയായിരിക്കും. കഠിനമായുള്ള ഒരു വേറൊരു ഇൻഫ്ലമേറ്ററി ടൈപ്പ് ഒരു നമുക്ക് അതിൻ്റെ ഡയഗ്നോസിസ് വേറൊരു പിക്ചർ ആയിരിക്കും. അതായത് കാലിന് ഒരു സ്വെല്ലിങ് കാണും, ഒരു ടെമ്പറേച്ചർ കാണും, ചൂടുണ്ടാവും, ചിലപ്പോൾ ഒരു റെഡ് കളർ ഉണ്ടാവും. അപ്പം വൈറ്റ് സ്കിൻ പീപ്പിൾ ആണെങ്കിൽ കുറച്ചുകൂടെ റെഡ് അത് നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മൂവ്മെന്റ് ഒരു ഗ്രോസ് മൂവ്മെന്റ് പെയിൻ ആയിരിക്കും, മൊത്തത്തിലുള്ള ഒരു മൂവ്മെന്റ്. പക്ഷേ ലിഗമെന്റ് ഇഞ്ചുറി ചിലപ്പോൾ ACL ലിഗമെന്റ് ഉള്ള ആൾക്കാർ മടക്കുന്നതിന് വലിയ പെയിൻ ഒന്നും ഉണ്ടാവണമെന്നില്ല. അവർക്ക് കൂടുതലും ബുദ്ധിമുട്ട് വരുന്നത് ഒരു കളിക്കളത്ത് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തിരിയാനൊക്കെ നോക്കുമ്പോൾ കാല് സ്റ്റെബിൾ അല്ലാതെ വെട്ടിപ്പോകുന്നു എന്നാണ് യൂഷ്വലി പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റെബിലിറ്റി ആണ് ഈ ലിഗമെന്റ് ഇഞ്ചുറിയിൽ കൂടുതൽ വരുന്നത്. പക്ഷേ വാതസംബന്ധ അസുഖങ്ങളിൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സ്വെല്ലിങ്, പെയിൻ അങ്ങനെയുള്ള രീതിയിലോട്ടായിരിക്കും. പ്രായമേറുമ്പോൾ കൂടുതലും ഈ മുട്ടിന് പ്രശ്നം വരാൻ സാധ്യതയുള്ള ആൾക്കാരാരാണ്? ഇപ്പോൾ പൊണ്ണത്തടിയുള്ളവർ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചത് വ്യായാമം വേണമെന്ന് പറഞ്ഞു. അതായത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രീഷൻ ശരിയല്ലാത്തവർക്ക്, പോഷണം ഓവർ ഒബീസ് ആയിട്ടുള്ളവർക്ക്, അമിതവണ്ണം, ലാക്ക് ഓഫ് എക്സസൈസ് ഉണ്ട്, അതായത് റിഫ്ലക്സസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല, വ്യായാമമൊന്നും ഇല്ലാതെ റിഫ്ലക്സസ് ഒന്നും വരാത്തവർക്ക്, പിന്നെ വേറെ എന്തെങ്കിലും ന്യൂറോ ഡീജനറേറ്റീവ് അസുഖങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്, അവർക്ക് റിഫ്ലക്സ് മോശമായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഇഞ്ചുറിയൊക്കെ പെട്ടെന്ന്, അതായത് ആഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക്, അങ്ങനെയൊക്കെ പല രീതിയിൽ ഇഞ്ചുറി വരും. പിന്നെ ലൈഫ് സ്റ്റൈൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്, ബിഹേവിയറൽ ചെയ്യുന്നതാണ്. അപ്പോൾ ബൈക്കിൽ എല്ലാവർക്കും ആക്സിഡന്റ് വരത്തില്ല, ചിലർ ആക്സിഡന്റ് പ്രോൺ ആയിരിക്കും, അപകടങ്ങളുണ്ട്. അതുപോലെ കളിക്കാർക്കും അങ്ങനെയുണ്ട്, ചിലർ ആക്സിഡന്റ് പ്രോൺ ആയിരിക്കും, അവർക്ക് ഒരു ഭയങ്കര റിഫ്ലക്സസ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് ആക്സിഡന്റ് പ്രോൺ. അങ്ങനെയുള്ളവർ കുറച്ച് ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, ഇവർ പ്രോൺ ആണ്, ഇഞ്ചുറി ഉണ്ട്. ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ വീട്ടമ്മമാർ നിന്ന് ജോലി, അടുക്കളയിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന കൂടുതലാണ്. അതേപോലെ നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഇപ്പോൾ ബസ്സിലെ കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ, പിന്നെ ഒരു മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ തലച്ചുമട് എടുക്കുന്നവർ. അപ്പോൾ അവർ ഭാരം തലയിലാണ് ചുമക്കുന്നെങ്കിലും കാലിനും ഭാരം വരുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്ക് മുട്ടിന് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ?
ഉണ്ട്. ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള റിസ്ക് ഉണ്ട്. അതായത് സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ, ഇപ്പോൾ കുനിഞ്ഞിരിക്കുകയോ ഒരുപാട് സ്റ്റെപ്പ് കയറുക, അല്ലെങ്കിൽ അങ്ങനെ ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ ന്യൂട്രീഷണലി ഡിപ്രൈവ്ഡ് ആവാനുള്ള സാധ്യത. ഇപ്പോൾ വീട്ടമ്മമാർ പോഷകാഹാരക്കുറവ്, ലാക്ക് ഓഫ് സൺലൈറ്റ്, മുറിക്കകത്ത് തന്നെ നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാം, ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പം ബേസിക്കലി നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നല്ല ഗുഡ് ന്യൂട്രീഷൻ, നല്ല പോഷകം അടങ്ങിയ ഭക്ഷണം കഴിക്കുക, നല്ല റെഗുലർ ആയിട്ടുള്ള നല്ല വ്യായാമം വേണം. മുട്ടിനും വ്യായാമം കൊടുക്കണം. മുട്ടിന് വ്യായാമം വേണം. മസിൽസ് ശോഷിച്ചു പോയി കഴിഞ്ഞാൽ കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ശോഷിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഈ ഫിസിയോതെറാപ്പിക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മസിൽസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ മസിൽസ് എന്ന് പറയുന്നത് ഈ ജോയിന്റിന്റെ പുറമേ ഉള്ള ഔട്ടർ സർഫസിനെ കൊടുക്കുന്ന സ്റ്റെബിലിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈ ബീം പോലെ മസിൽസ് ഒക്കെ ചുറ്റും എല്ലാം റിഫ്ലക്ട്. ഇപ്പോൾ നമ്മൾ ഒരു മുട്ട് മടക്കുക നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു മസിൽ അയഞ്ഞു കൊടുത്താലേ മറ്റേ മസിലിന് മടങ്ങാൻ പറ്റുള്ളൂ. അതൊരു സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഒരു നമ്മൾ സംഗീതാത്മകം എന്നൊക്കെ പറയുന്ന പോലെയാണ്. അത് തന്നെ ഒരു റിതമിക് ആയിട്ടുള്ള ചലനമാണ്. അപ്പോൾ നമുക്കിത് അതിന് കൂടുതൽ ഇൻട്രിക്കസിലോട്ട് പോകുന്നതോറും നമുക്ക് അത്ഭുതം വരും. ഇത്ര ഭയങ്കര ഡിസൈൻ ആണല്ലോ ഇതെന്ന്. ഇനി ഡോക്ടർ, നമ്മൾ ശസ്ത്രക്രിയ എന്ന് പറയുന്ന എപ്പോഴും ആൾക്കാർ, ഇപ്പം ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുട്ട് മാറ്റിവെക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ശസ്ത്രക്രിയകൾ അനിവാര്യമായി വരുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ പരിക്കുകളിൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരാം? ഈ നമ്മൾ ശസ്ത്രക്രിയ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ഇത് മുട്ടിന്റെ ഏതൊക്കെ ഭാഗത്തിനെയാണ് ഇത് അഫക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. അതിന് MRI പോലുള്ള ഇൻവെസ്റ്റിഗേഷൻ സഹായിക്കും. എവിടെയൊക്കെയാണ് പരിക്കുകൾ. വെറും ഒരു മെനിസ്കസിനോ ലിഗമെന്റിനോ ഒക്കെ ഡാമേജ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്കത് കീഹോൾ സർജറിയെ കൂടെ ശരിയാക്കാം. പരിക്ക് റിപ്പയർ ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും. റീകൺസ്ട്രക്ട് ചെയ്യാം, റിപ്പയർ ചെയ്യാം. പക്ഷേ നേരെ മറിച്ച് അതിന് കാർട്ടിലേജിനെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാ കമ്പാർട്ട്മെന്റ്, ട്രൈ കമ്പാർട്ട്മെന്റിൽ പറഞ്ഞാൽ മുട്ടിന്റെ 3 കമ്പാർട്ട്മെന്റ് ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രമാത്രം ഡീജനറേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കീഹോൾ സർജറി കൊണ്ട് മാത്രം അത് ചിലപ്പോൾ മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ജോയിന്റ് റീപ്ലേസ്മെന്റിലോട്ട് പോകും. അങ്ങനെയാണ് മുട്ട് മാറ്റിവെക്കൽ. അത് പ്രായമായി കഴിഞ്ഞാൽ ഹീലിംഗ് ടെൻഡൻസി കൊടുക്കും. നമ്മൾ റിപ്പയർ ചെയ്ത് വെച്ചാലും ചിലപ്പോൾ അത് പൂർവ്വ രൂപത്തിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പഴയ ഷർട്ട് കീറി പോയിട്ട് പിന്നെയും തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വേറൊരു സ്ഥലത്ത് കയറാനോ അവിടെ തന്നെ കയറാനുള്ള സാധ്യത എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ശരീരം പ്രായം ചെല്ലുന്നതനുസരിച്ച് ഹീലിംഗ് പൊട്ടൻഷ്യൽ കുറയുമ്പോൾ നമ്മൾ റിപ്പയർ ചെയ്താൽ ശരിയാവാത്തത് കൊണ്ട് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റിലേക്ക് പോകും. മുറിവ് ഉണങ്ങാനുള്ള സമയം കൂടുതൽ എടുക്കുകയും ചെയ്യും. പക്ഷേ ശരിയായിട്ട് ഉണങ്ങണമെന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് ആണ് നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ പേഷ്യന്റിന് നമുക്ക് ഇതെല്ലാത്തിനും ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുട്ട് മാറ്റിവെക്കൽ എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് രോഗിക്ക് കൂടുതൽ മെച്ചമാണെന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. യെസ്, അങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അതായത് ഇതെല്ലാം ഓവറോൾ നോക്കിയിട്ട് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് ഈ പർട്ടിക്കുലർ ഏജിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്തുവാന്ന് നോക്കിയിട്ടാണ് നമ്മൾ മിക്കപ്പോഴും ജോയിന്റ് റീപ്ലേസ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത്. തേഞ്ഞു പോയ ഭാഗമൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞ് ഡാമേജ് ആയിട്ടുള്ള ലിഗമെന്റ് മെനിസ്കസും ഒക്കെ മാറ്റിയിട്ട് അവിടെ വേറെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ജോയിന്റ് വെച്ച് പിടിപ്പിക്കുക അതിന്റെ കറക്റ്റ് പൊസിഷനിൽ. പണ്ടൊക്കെ ഈ മുട്ട് മാറ്റിവെക്കൽ വളരെ ഭയത്തോടെയൊക്കെയാണ് ആൾക്കാർ കണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് മുട്ട് മാറ്റിവെക്കുന്നവർ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പൂർണ്ണമായിട്ട് മുട്ട് അങ്ങ് മാറ്റിവെക്കുകയാണെന്ന്. അതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ മുട്ട് മാറ്റിവെക്കൽ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നിപ്പോൾ ടൈറ്റാനിയം അങ്ങനെയുള്ള വളരെ ആധുനികമായിട്ടുള്ള, അതായത് കേട് ഒരു പ്രശ്നവും ഇല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ മുട്ടിൻ്റെ ഈ തേയ്മാനവും അതൊക്കെ മാറ്റി പുതിയതായിട്ട് വെക്കുന്നതൊക്കെ. ഇത് ഇപ്പോഴത്തെ ശസ്ത്രക്രിയ അനുസരിച്ചിട്ട് എത്ര കാലം വരെ ഇത് നീണ്ടു നിൽക്കുന്നുണ്ട്? എന്താണ് അതിന്റെ ഒരു കൂടുതൽ പ്രയോജനം? പ്രോപ്പർലി ഡൺ ജോയിന്റ് റീപ്ലേസ്മെന്റ് ആണ് അത് നല്ല ശരിയായ രീതിയിൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതിനുകൂടാതെ പേഷ്യൻസും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ജോയിന്റിനെ ഓവർ യൂസ് ചെയ്ത് അമിത ഉപയോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും അതിനും തേയ്മാനം ബാധകമാണ്. രണ്ടാമത്തത് ഈ ബോണിന്റെ സ്ട്രെങ്ത്, ഇത് ഉറപ്പിച്ച് വെച്ചേക്കുന്നത് ബോണിന്റെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി പേഷ്യന്റ് കാണിക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കഴിക്കണം, റെഗുലർ ആയിട്ടുള്ള വ്യായാമം വേണം, വേറെ സ്റ്റിറോയിഡ് അങ്ങനെയുള്ള മരുന്നുകൾ, അങ്ങനെയുള്ള ബോണിന് ദോഷം ചെയ്യുന്ന മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കണം. ബോണിന്റെ ഹെൽത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു 15 to 20 years ഈവൻ ബിയോണ്ട് നിൽക്കും. അപ്പോൾ മുട്ട് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ പിന്നെ വെറുതെ അടങ്ങിയിരിക്കുകയല്ല വേണ്ടത്. വ്യായാമവും മുട്ടിന്റെ ബാക്കി മറ്റേ അസ്ഥിക്ക് ശക്തി കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം ചെയ്താലേ നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടുകയുള്ളൂ ദീർഘനാളത്തിൽ. എക്സാക്ട്ലി. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തടിയിൽ ഒരു ആണി അടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, അത് പിടിച്ച് ഇളക്കിയാലൊന്നും പോരത്തില്ല. പക്ഷേ അതായത് പിഞ്ചി പറഞ്ഞ് ചതുക്ക് പോലത്തെ ഉള്ള തടിയിൽ ആണി അടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ പ്രാവശ്യം അനങ്ങി കഴിയുമ്പോൾ അത് ഊരിപ്പോരും. സെയിം പോലെയാണ് ബോണും. അതായത് തടിയുടെ പോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും തടി പോലെ തന്നെയാണ് ബോണിന്റെ ഒരു സ്ട്രക്ചർ. സാന്ദ്രതയൊക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം, ബോൺ ഡെൻസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും പ്രോപ്പർ ദിനചര്യയിലൂടെ ഒക്കെ നമുക്കത് കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നിലനിർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് ഡെഫിനറ്റ്ലി നല്ല ഓപ്ഷനാണ്. അത് നമുക്ക് വളരെ ഒരു 15 to 20 years ഓർ ഈവൻ ബിയോണ്ട്
നമുക്ക് സ്ട്രോങ് ആയിട്ട് നിന്നോളും. അപ്പോൾ പ്രായമേറിയ വ്യക്തികൾ പലപ്പോഴും പല ഭക്ഷണത്തിൽ നിന്നും മാറി നിൽക്കും. പക്ഷേ അവർ ഡോക്ടർ പറഞ്ഞ പോലെ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കൊക്കെ വിധേയമായി കഴിഞ്ഞാൽ അസ്ഥിയുടെ ബലം കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ ഭക്ഷണം ഡോക്ടർ കഴിക്കാൻ പറയുന്നു, അവരുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു ഭക്ഷണ രീതി കൂടെ പാലിച്ചാൽ മാത്രമേ മുട്ടിന്റെ ശസ്ത്രക്രിയ വിജയപ്രദമായി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അതിനോടൊപ്പം തന്നെ വ്യായാമം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലോങ് ലൈഫ് കിട്ടും. മുട്ടിന്റെ പരിക്കുള്ള അതിന്റെ ശസ്ത്രക്രിയ അല്ലെങ്കിൽ മുട്ടിന് ആരോഗ്യം എങ്ങനെ കൊടുക്കാം എന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ നല്ല പ്രയോജനപ്രദമായ വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. അപ്പോൾ ഈ വിലപ്പെട്ട വിവരങ്ങൾക്ക് വളരെ നന്ദി. കാൽമുട്ടിനുണ്ടാകുന്ന പരിക്കുകളും പരിഹാരവും ഇതേക്കുറിച്ച് അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി അജയ് കുമാറുമായി ഇതുവരെ സംസാരിച്ചത് ടി.പി. രാജേഷ്. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484 7185 000. ബുക്കിംഗിനായി വിളിക്കൂ 0484 7185 000. FM ഹെൽത്ത് ലൈൻ.